എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ എ ഗ്രൂപ്പ് രംഗത്ത്. കീഴ്മാട് ഡിവിഷനിൽ ഷിയാസ് തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുവെന്ന് ജനറൽ സെക്രട്ടറി TH അബ്ദുൽ ജബ്ബാർ ആരോപിച്ചു. വിവരങ്ങളുമായി സലീം മുഹമ്മദ് ചേരുന്നുണ്ട്. അതിനു മുമ്പ് പ്രതികരണം കേൾക്കാം. എന്തുകൊണ്ട് ഈ ഡിവിഷൻ വിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്തു, എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് കൊടുത്തത്, അത് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ ജില്ലാ നേതൃത്വത്തിനും കോർ കമ്മിറ്റിക്കുണ്ട്. ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചിരുത്തി എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? DCC പ്രസിഡൻറ്റും നേതാക്കന്മാരുമാണല്ലോ ഇത് തീരുമാനിക്കുന്നത്. അവരെ എന്തുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. സലീം മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഏതായാലും എറണാകുളത്ത് DCC പ്രസിഡന്റ് ഷിയാസിന്റെ ഏകാധിപത്യ നടപടികളാണോ അവിടെ പ്രതിസന്ധിക്കിടയാക്കുന്നത്? ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതായത് എ ഗ്രൂപ്പിന്റെ പ്രമുഖനായ നേതാവും DCC ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രി TH മുസ്തഫയുടെ സഹോദരനുമാണ് ഇപ്പോൾ സംസാരിച്ച TH അബ്ദുൽ ജബ്ബാർ. അദ്ദേഹം അടക്കം 3 പേരുടെ പേരാണ് ഈ കീഴുമാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായി പട്ടിക വന്നത്. പക്ഷേ ആ പട്ടിക കോർ കമ്മിറ്റിയിലെത്തിയപ്പോൾ ആ 3 പേരെയും ഒഴിവാക്കി 4മതൊരാളെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തെ എ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഒരു സീറ്റാണ് കീഴുമാട് ഡിവിഷൻ. വർഷങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമായിരുന്നു. കോൺഗ്രസിന് മേൽക്കൈയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അത്തരമൊരു പ്രദേശത്താണ് എ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന VD സതീശന്റെ അടുത്ത ആളാണ്. VD സതീശനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സീറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ TH അബ്ദുൽ ജബ്ബാർ ചോദിക്കുന്നത്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോർ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന പട്ടികയിൽ ഇല്ലാത്ത 4മതൊരാൾ സ്ഥാനാർത്ഥിയായി വരുന്നത്? അത് ആ ഡിവിഷനിൽ ജീവിക്കുന്ന ആളുമല്ല, അവിടുത്തെ ആളുമല്ല, പുറത്തു നിന്നൊരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു എന്നുള്ളതാണ് ചോദ്യം. അത് ഷിയാസിന്റെ നടപടിക്രമങ്ങളെല്ലാം ഏകപക്ഷീയമാണ്. യാതൊരു കൂട്ടുത്തരവാദിത്വവും ചർച്ചയും നടത്തുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നു എന്ന അങ്ങേയറ്റം ഗുരുതരമായ ആരോപണമാണ് ഈ അബ്ദുൽ ജബ്ബാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും എ ഗ്രൂപ്പ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും പരാതി കൈമാറിയിട്ടുണ്ട് എന്നാണ് അബ്ദുൽ ജബ്ബാർ പറഞ്ഞത്.